ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ കഴിഞ്ഞ ദിവസം അവധി ഉണ്ടായപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ തറവാട്ട് വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ എനിക്ക് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമ്മളൊക്കെ കണ്ട അവിടേക്ക് പോകണം എന്ന് കൊതിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത്രയും ഭംഗിയുണ്ട്. നിങ്ങളടക്കം ചിലപ്പോൾ എന്നോട് ലൊക്കേഷൻ ചോദിച്ചു തരും. അത്രയും ഭംഗിയാണ് കേട്ടോ അവിടെ. നല്ല കുളങ്ങളും അതുപോലെ അരുവികളും ഒക്കെ ഉള്ളൊരു നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അവിടെ. എനിക്കവിടെ പോകുമ്പോൾ ഇങ്ങനെ അത് കണ്ടിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടേക്കര കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോകുമ്പോൾ മസ്റ്റായിട്ടും മദീനയൊക്കെ ഒന്ന് നടന്നിട്ട് വരും കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒറ്റക്കായിരിക്കും പോണേന്ന് കേട്ടോ. അല്ല കേട്ടോ, ഉമ്മച്ചി ഉണ്ട് കേട്ടോ കൂടെ. ഉമ്മച്ചിയുടെ ഒപ്പം ഞങ്ങൾ പോവാറുള്ളൂ, ഞങ്ങൾ ഒറ്റക്ക് പോവാറില്ല. പിന്നെ അവിടെ നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളും അതുപോലെ നല്ല അടിപൊളി അരുവികളും എല്ലാം അതും ഉണ്ട് കേട്ടോ. അരുവികൾ പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളം, നമുക്ക് ക്ലിയർ ആയിട്ടുള്ള വെള്ളം, കുടിക്കാൻ പറ്റുന്ന അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അവിടെ വരിക. നല്ല എനിക്കൊക്കെ ഇറങ്ങി കളിക്കുമ്പോൾ അതിലിറങ്ങുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരും കേട്ടോ. അങ്ങനത്തെയൊക്കെ വെള്ളവും നല്ല അവിടെ അരുവികളിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയൊരു സന്തോഷം കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവിടെ. പിന്നെ ആ ഒരു പക്ഷികളുടെ ശബ്ദവും പിന്നെ അവിടെ വയലുകളൊക്കെ ഉണ്ട് കേട്ടോ. നെൽക്കതിരുകൾ ഒക്കെ ഉണ്ട് അവിടെ. മെയിനായിട്ടും കൃഷിക്കാരാണ് കേട്ടോ താമസിക്കണേ. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ഭംഗിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. എനിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് നേരം അവിടുത്തെ ഒരു കാര്യം കണ്ടാൽ അത് പിന്നെയും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ. അത് തനി പാറയാണ്, മണ്ണൊന്നും ഇല്ലാത്ത കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ ഓടിക്കളിക്കാനും RC കൊണ്ട് ഇതാക്കി കളിക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. വേറെ വൈബ് തന്നെയാണ് കേട്ടോ അത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരു എന്താ പറയാന്ന് പോലും അറിയാത്ത അത്രയും പ്രകൃതി രമണീയമായൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അവിടെ ഇങ്ങനെ തുമ്പപ്പൂവും അതുപോലെ തന്നെ കാശിത്തുമ്പയും എല്ലാതും ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതും നെൽപ്പാടങ്ങൾ കതിര് നീട്ടിയിട്ട് നിൽക്കണതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാറ്റടിക്കുമ്പോൾ തെങ്ങോലകൾ ഇങ്ങനെ വീശിയിട്ട് നമുക്കൊരു കുളിര് തന്നെ നൽകും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാനവിടെ കുറേ നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. കളിച്ചിട്ടും മതിയാവണില്ല. ഒന്നാമത് കുട്ടികളാണ്, വലിയവർക്കും ഇവിടെ കളിച്ചാലും മതിയാവില്ല. അത്രയും നല്ലൊരു ആംബിയൻസ് സ്പോട്ടാണ് കേട്ടോ അവിടെ. അപ്പോൾ എല്ലാവർക്കും ആ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമായോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. പ്ലീസ് എനിക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.